ചുരുക്കം പറഞ്ഞാൽ എത്യോപ്യയെ കൂടെ നിർത്തിക്കൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ നിയന്ത്രിക്കാൻ പോകുന്നു. കാരണം ഈ എത്യോപ്യയാണ് ആഫ്രിക്കയിലെ ഏതാണ്ട് 50-ലധികം വരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രതിനിധികളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും എത്യോപ്യയിലുണ്ടാകും. അങ്ങനെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടേക്ക് ചെന്ന് ചർച്ച നടത്തുന്നത് ഏതാണ്ട് 2011 ശേഷം ഇത് ആദ്യമായിട്ടാണ്. പിന്നീട് ആരും ഇന്ത്യയിൽ നിന്ന് പോയിട്ടില്ലായിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ തന്ത്രങ്ങൾ മുമ്പ് നമ്മൾ കണ്ടതാണ്. നേരത്തെ നമീബിയയിൽ പോകുന്നു, ഘാനെ പോകുന്നു, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയിൽ പോകുന്നു. അങ്ങനെയുള്ള നീക്കങ്ങളിലൂടെ ചൈനയെയും അമേരിക്കയും ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ റെയർ എർത്ത്സുകൾ ശേഖരിക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു ബിസിനസ് ഡീലിൽ ഏർപ്പെടാൻ നമുക്ക് സാധിച്ചു. ഇവിടെ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ തന്നെ എതിർപ്പിനെ മറികടക്കാനായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഒരു സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഒപ്പം ഇസ്രായേലുമായിട്ടുള്ള വമ്പൻ ഡീലിലേക്ക് ശ്രമിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ തുർക്കിക്കിട്ട് പണിയാനായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യ അടുത്ത നീക്കം നടത്തുന്നു എന്നാണ് അർത്ഥം. പിന്തുണയ്ക്കാനായിട്ട് റഷ്യയും ഉണ്ടാകും, ഇസ്രായേലും ഉണ്ടാകും. ഒരുപക്ഷെ ചൈനയും അമേരിക്കയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വരുമെങ്കിലും അവർ ദൂരെ മാറി നിന്ന് കളി കാണുകയും പാകിസ്ഥാനെ ഇൻഡയറക്റ്റായിട്ട് സഹായിക്കുകയുമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെതിരെ ഇന്ത്യ ഇനി ശക്തമായ നിലപാട് പ്രത്യക്ഷത്തിൽ തന്നെ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.